ചൂട് കുറയ്ക്കാൻ AC അല്ലാതെ എന്തെങ്കിലും മാർഗ്ഗമുണ്ടോ എന്ന് അന്വേഷിച്ച് നോക്കിയപ്പോൾ പല മാർഗ്ഗങ്ങളും കണ്ടെത്താൻ കഴിഞ്ഞു. അതിലൊരു മാർഗ്ഗം ഞാൻ വീട്ടിൽ പരീക്ഷിച്ച് നോക്കി. അത് എനിക്ക് സക്സസ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് യൂട്യൂബ് വഴി മറ്റുള്ളവരോട് പറയാം എന്ന് വിചാരിച്ച് ആണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പല യൂട്യൂബേഴ്സും ഇത് ചെയ്തിരിക്കുന്നത് കണ്ടു. പക്ഷേ എനിക്ക് അപ്പോഴൊന്നും വിശ്വാസം വന്നില്ല, ഇത് ശരിയായിരിക്കുമോ അല്ലയോ. പക്ഷേ അത് ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പം നല്ല തണുപ്പുണ്ടായിരുന്നു റൂമിൽ. പിന്നെ ഞാൻ കൂടുതൽ ഐസൊന്നും ഇട്ടില്ല. എനിക്കൊരു അത്യാവശ്യം സഹിക്കാവുന്ന ഒരു ചൂട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ. 1-2 പ്രാവശ്യം ചെയ്ത് നോക്കിയിട്ടുള്ളൂ. കൂടുതൽ തണുപ്പ് ആവശ്യമുള്ളപ്പോൾ കൂടുതൽ ഐസ് ഇടുക എന്നുള്ളതാണ് അതിന് വേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഞാൻ പരീക്ഷണം നടത്തി സംതൃപ്തമായി ഒരു സമാപ്തി ഉണ്ടായ മെത്തേഡ് ഇതാണ്. ഇപ്പം നിങ്ങൾ ഫോട്ടോയിൽ കാണുന്ന ഈ മെത്തേഡാണ്. ഇതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നതെന്നൊക്കെ പലപ്പോഴും നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇത് നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ എക്സോസ്റ്റ് വാൽവിൻ്റെ ഒരു 2 പൈപ്പുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതൊരു ജാറിൽ 2 സൈഡിലും തുളച്ചിട്ടിട്ടുണ്ട്. അതേപോലെ നമ്മുടെ സാധാരണ നമ്മൾ വലിച്ചെറിയുന്ന കുപ്പിയുടെ ഭാഗം 2 കട്ട് ചെയ്തെടുത്തിട്ട് ഈ പൈപ്പ്സ് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ച് ഒന്ന് ഫ്രണ്ടിലും ഒന്ന് ബാക്കിലും ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചൂടുള്ള വായുവിനെ കൊണ്ടുവന്ന് ഐസിൻ്റെ അവിടേക്ക് കൊണ്ടുവന്ന് ഐസ് അതിനെ തണുപ്പിച്ച് അതിൽ നിന്ന് തണുത്ത വായുവിനെ മുകളിലേക്ക് എടുത്തത് നമുക്ക് വിതരണം ചെയ്യുക. അതാണ് ഇതിൻ്റെ പിന്നിലെ സയൻറ്റിഫിക് ആയിട്ടുള്ള ഫാക്റ്റ്. എന്തായാലും ഒരു റൂമിൽ ക്ലോസ് ചെയ്തിട്ട് ഇത് നമ്മൾ കുറച്ച് എയർ ഐസൊക്കെ ഇട്ടാൽ എനിക്ക് തോന്നുന്നു രാത്രി മുഴുവനും നമുക്ക് ആ റൂമിൻ്റെ ഉള്ളിൽ തണുപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുമെന്ന് തോന്നുന്നു. എന്തായാലും ഞാനിത് ഷെയർ ചെയ്യുകയാണ്. ഞാനിത് പരീക്ഷിച്ചു, ഇത് ശരിയാണ് എന്ന കാര്യം ഞാൻ ഷെയർ ചെയ്യുകയാണ്. താല്പര്യമുള്ളവരൊക്കെയും ഇത് ഒന്ന് ഉപയോഗിച്ച് നോക്കുക. എന്തെങ്കിലും കൂടുതലായിട്ട് എന്തെങ്കിലും ഇത് കൂടുതൽ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യുകയും ചെയ്താൽ ബാക്കിയുള്ളവർക്ക് ഉപകാരപ്രദമായിരിക്കും. ഇംപ്രവൈസ്ഡ് ആയിട്ട് എനിക്കൊന്ന് ഈ ഫ്രണ്ടിലും ബാക്കിലും ഒരു കുപ്പിയുടെ അടപ്പ് കട്ട് ചെയ്ത് വെക്കുന്നതിന് പകരം പല കുപ്പിയുടെ അടപ്പുകൾ ഫ്രണ്ടിലും ബാക്കിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇത് കൂടുതൽ എഫക്റ്റീവ് ആകുമെന്നാണ് തോന്നുന്നത്. അത് ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല, ചില വീഡിയോസിൽ അത് കാണുന്നത് കണ്ടു. ഓക്കെ, എന്തായാലും നിങ്ങളുടെ അനുഭവം ഷെയർ ചെയ്യുമല്ലോ. താങ്ക് യു.